മനസ്സിലാക്കുന്നു. ഹിന്ദുവിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതൃപ്തി അറിയിച്ചിട്ടുണ്ടല്ലേ? ശ്രുതി, ഇന്നലെ ഹിന്ദുവിൻ്റെ ഡൽഹി പ്രതിനിധിക്ക് അനുവദിച്ച അഭിമുഖത്തിലെ മുഖ്യമന്ത്രിയുടെ പരാമർശമാണ് മലപ്പുറം ജില്ലയ്ക്കെതിരായ പരാമർശം എന്ന നിലയിൽ വലിയ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്തത്. മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയ്ക്കെതിരെ എന്തോ പരാമർശം നടത്തി എന്ന മട്ടിലാണ് ഇപ്പോൾ വലിയ തോതിൽ പ്രചാരണം കൊഴുക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറിയായ PM മനോജ് ഹിന്ദുവിൻ്റെ എഡിറ്റർക്ക് ശക്തമായ അതൃപ്തി അറിയിച്ചുകൊണ്ടുള്ള ഒരു കത്ത് നൽകിയിരിക്കുന്നത്. അതായത് ഇന്നലെ മുഖ്യമന്ത്രിയുടേതായി അച്ചടിച്ചു വന്ന അഭിമുഖത്തിലെ വാക്കുകൾ പലതും തെറ്റായ രീതിയിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയായ PM മനോജ് അദ്ദേഹത്തെ ഹിന്ദുവിൻ്റെ പത്രാധിപർക്ക് കത്തയച്ചിരിക്കുന്നത്. ഈ കത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇവയാണ്. അതായത് അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത് മിസ്കോട്ട് ചെയ്തിരിക്കുന്നു, അത് തെറ്റായ രീതിയിൽ പരാമർശിച്ചിരിക്കുന്നു എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. I write you on behalf of the office of Honorable Chief Minister of Kerala, Pinarayi Vijayan, in response to the interview published in The Hindu on September 30, 2024, titled "CPM has always stridently opposed RSS other Hindutva forces in Kerala. We have serious concerns regarding the content of the interview, particularly with certain statements that have been wrongly attributed to the Chief Minister." അതായത് ഈ അഭിമുഖത്തിൻ്റെ കണ്ടന്റുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് ഗൗരവതരമായിട്ടുള്ള ഗൗരവതരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഗൗരവതരമായ ചില വിഷയങ്ങളുണ്ട്. അത് മാത്രമല്ല മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെറ്റായ രീതിയിൽ പരാമർശിച്ചിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ ഹിന്ദുവിൻ്റെ പത്രാധിപർക്ക് അയച്ച കത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ കാര്യത്തിൽ 150 കിലോ സ്വർണവും 123 കോടി ഹവാല പണവും പിടിച്ചെടുത്തു എന്നാണ് താൻ പറയുന്നത്. ഇത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിച്ചിരിക്കുന്നു. ദ അലിഗേഷൻ ദാറ്റ് യു ആർ റെഫറിംഗ് ടു ആർ എ റിയാക്ഷൻ ടു സച്ച്, അതായത് ഇത്തരത്തിൽ സ്വർണവും ഹവാലപ്പണവും പിടിച്ചെടുത്തത് കൊണ്ടാണ് ഈ ഇത്തരം ഒരു കാര്യങ്ങളുണ്ട്, അതിനുള്ള അസ്വസ്ഥതയാണ് ഇപ്പോഴത്തെ പരാതികൾക്ക് അടിസ്ഥാനമെന്നാണ് താൻ പറഞ്ഞത്. എന്നാൽ ചീഫ് മിനിസ്റ്റർ എന്നാൽ മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു മേഖലയോ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തിൻ്റെ കാര്യമോ അഭിമുഖത്തിൽ പറഞ്ഞിട്ടില്ല. അതാണ് ഈ ഹിന്ദുവിൻ്റെ പത്രാധിപർക്ക് അയച്ചിരിക്കുന്ന കത്തിൽ മുഖ്യമന്ത്രി പ്രസ് സെക്രട്ടറി പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് മലപ്പുറം ജില്ലയിൽ നിന്ന് സ്വർണം പിടിച്ചെടുത്തുവെന്നോ മലപ്പുറം ജില്ലയിൽ നിന്ന് ഹവാല പണം പിടിച്ചെടുത്തുവെന്നോ എന്ന കാര്യം ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലവുമായി ബന്ധപ്പെട്ടോ പ്രത്യേക മേഖലയുമായി ബന്ധപ്പെട്ടോ കാര്യം പരാമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതായത് മലപ്പുറത്തിനെതിരായ പരാമർശം എന്ന പേരിൽ ചിത്രീകരിക്കപ്പെട്ടത് മുഖ്യമന്ത്രി പറയാത്ത കാര്യമാണ് എന്ന് അർത്ഥം വരുന്ന തരത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പ്രസ് സെക്രട്ടറി അയച്ചിരിക്കുന്ന ഈ കത്തിൽ പറയുന്നത്. അതായത് മുഖ്യമന്ത്രിയെ എന്തിൻ്റെ പേരിലാണോ ഇപ്പോൾ ആക്രമിക്കുന്നത്, വിമർശിക്കുന്നത്, ആ പരാമർശം മുഖ്യമന്ത്രി നടത്തിയിട്ടില്ല. മറിച്ച് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ തെറ്റായി ചിത്രീകരിക്കുകയാണ്, തെറ്റായി പരാമർശിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് തങ്ങൾക്ക് ഈ കാര്യത്തിൽ ഗുരുതരമായ അതൃപ്തിയുണ്ട്, ഗൗരവതരമായ അതൃപ്തിയുണ്ട് എന്നാണ് ഹിന്ദുവിൻ്റെ പത്രാധിപരെ നൽകിയിരിക്കുന്ന കത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ശ്രീജിത്ത്, അതായത് ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ആരോപണങ്ങൾ കൂടി വരികയാണ്. അതിലൊന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ഉള്ള മലപ്പുറം പരാമർശം എന്നുള്ളത്. അത് ഈ രാഷ്ട്രീയ എതിരാളികളെ സംബന്ധിച്ചിടത്തോളം കിട്ടിയ ഒരു വലിയ ആയുധവുമാണ്. മുഖ്യമന്ത്രിയെ ന്യായീകരിച്ച് നേതാക്കൾ രംഗത്തെത്തി എന്ന് പറയുമ്പോഴും ഇതിൽ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മുഖ്യമന്ത്രിക്കെതിരെ കടന്നാക്രമണങ്ങൾ ഒക്കെ ചെറുക്കുക എന്നുള്ളത് ഏത് രീതിയിലായിരിക്കും പ്രതിരോധിക്കുക എന്ന് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇക്കാര്യത്തിൽ ഒരു ഹിന്ദുവിനോട് ഇക്കാര്യത്തിൽ ഈ ഒരു കാര്യം അതൃപ്തി അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഈ പ്രധാനമായിട്ടും അഭിമുഖത്തിലെ പരാമർശങ്ങൾ തെറ്റായി പരാമർശിച്ചു. ഈ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു ഉടനടി തന്നെ ഇതിലൊരു നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇത് പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നൊരു ആശങ്ക മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരിക്കാം ഇങ്ങനെയൊരു നീക്കം, അല്ലേ? തീർച്ചയായും മലപ്പുറം ജില്ലയെ മുഖ്യമന്ത്രി തെറ്റായി ചിത്രീകരിച്ചു. മലപ്പുറം ജില്ല ക്രിമിനലുകളുടെ നാടായി ചിത്രീകരിച്ചു, സ്വർണ്ണക്കടത്തിൻ്റെയും ഹവാല പണമിടപാടിൻ്റെയും നാടായി ചിത്രീകരിച്ചു. അതും ഒരു ദേശീയ ദിനപത്രം നൽകിയ അഭിമുഖത്തിൽ ഇത്തരമൊരു പരാമർശം മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ ഉന്നത വ്യക്തിയിൽ നിന്ന്, ഉന്നത ഭരണാധികാരിയിൽ നിന്ന് ഉണ്ടാകുമ്പോൾ അത് ജില്ലയെ പറ്റിയുള്ള തെറ്റായ ഒരു ചിത്രീകരണത്തിന് ഇട നൽകും എന്നതാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വിമർശനം. അപ്പോൾ ഹിന്ദുവിനെ പോലുള്ള സുപ്രധാനമായ ഒരു ദേശീയ ദിനപത്രത്തിൽ, ഇംഗ്ലീഷ് ദിനപത്രത്തിൽ ഇത്തരമൊരു പരാമർശം വന്നു, അത് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു എന്ന്
വരുന്നത് വലിയ തോതിൽ ദോഷമുണ്ടാക്കും. അത് CPIM-നും സർക്കാരിനും വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന കാര്യം CPIM സർക്കാരും തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് അടിയന്തരമായൊരു തിരുത്തൽ നടപടി എന്നോണം ഹിന്ദുവിൻ്റെ പത്രാധിപർക്ക് ഇത്തരമൊരു കത്ത് മുഖ്യമന്ത്രി ഓഫീസ് തന്നെ നൽകുന്നത്. മാത്രമല്ല ഈ കത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യം ഇതാണ്. The Chief Minister never mentioned any particular place or region and used the terms anti-state or anti-national activities during the interview. അതായത് മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു ജില്ലയുടെയോ ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെയോ കാര്യം പരാമർശിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല രാജ്യവിരുദ്ധമെന്നോ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ദേശവിരുദ്ധ പ്രവർത്തനമോ എന്ന വാക്കുകൾ കൂടി ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ മുഖ്യമന്ത്രി ഉപയോഗിക്കാത്ത രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ അഭിമുഖത്തിൽ അച്ചടിച്ചു വന്ന അഭിമുഖത്തിൽ കടന്നുകൂടിയിരിക്കുന്നു. അതിലൊന്ന് ഈ മലപ്പുറം ജില്ലയുടെ പേരാണ്, മറ്റൊന്ന് ദേശവിരുദ്ധ പ്രവർത്തനമെന്നോ രാജ്യവിരുദ്ധ പ്രവർത്തനമോ എന്നതാണ്. അപ്പോൾ ദേശവിരുദ്ധ പ്രവർത്തനമോ രാജ്യവിരുദ്ധ പ്രവർത്തനമോ എന്ന വാക്ക് മുഖ്യമന്ത്രി ഉപയോഗിച്ചിട്ടില്ല. മറിച്ച് ഏതെങ്കിലും ഒരു ജില്ലയുടെയോ ഏതെങ്കിലും സ്ഥലത്തിൻ്റെയോ സ്ഥലനാമമോ മുഖ്യമന്ത്രി ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങളാണ് ഈ അഭിമുഖവുമായി ബന്ധപ്പെട്ട് അച്ചടിച്ചു വന്നത്. അത് വലിയ തോതിൽ വിവാദങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഹിന്ദുവിനെ പോലെ ഉന്നതമായ പാരമ്പര്യം പുലർത്തുന്ന ദിനപത്രം അത് തിരുത്തുമെന്നും എന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള കത്താണ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജ് ഹിന്ദുവിൻ്റെ പത്രാധിപർക്ക് ഇപ്പോൾ അയച്ചിരിക്കുന്നത്.